നമസ്കാരം. പ്രധാന വാർത്തകൾ. ബോളിവുഡ് ഇതിഹാസം നടൻ ധർമ്മേന്ദ്ര അന്തരിച്ചു. അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ധർമ്മേന്ദ്രയുടെ വസതിയിലെത്തി. മരണം സ്ഥിരീകരിച്ച് സംവിധായകൻ കരൺ ജോഹർ ട്വീറ്റ് ചെയ്തു. എന്നാൽ കുടുംബം ഇതുവരെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് നേരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. നടി ഹേമ മാലിനിയാണ് ഭാര്യ. നടന്മാരായ സണ്ണി ഡിയോൾ, ബേബി ഡിയോൾ, ഇഷ ഡിയോൾ, അഹാന ഡിയോൾ, അജീത, വിജേത എന്നിവരാണ് മക്കൾ. 2012 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. കൊല്ലം വിജിലൻസ് കോടതിയാണ് റിമാൻഡ് കാലാവധി നീട്ടി ഉത്തരവിറക്കിയത്. വാസുവിനെതിരെ മുദ്രാവാക്യം വിളിച്ചും കരിങ്കൊടി കാണിച്ചും BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. കോടതിയിൽ നിന്ന് വാസുവിനെ ഇറക്കുന്ന സമയത്തായിരുന്നു പ്രതിഷേധം. വിലങ്ങില്ലാതെയാണ് വാസുവിനെ കോടതിയിലെത്തിച്ചത്. ഡൽഹിയിൽ വായു മലിനീകരണത്തിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ പോലീസ് കസ്റ്റഡിയിൽ. മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 21 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിഷേധക്കാരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥിയെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യ ഗേറ്റിന് മുന്നിലായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. പിരിച്ചുവിടാൻ ശ്രമിച്ചപ്പോൾ വിദ്യാർത്ഥികൾ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചതായി പോലീസ് ആരോപിച്ചു. പ്രതിഷേധക്കാർ ആന്ധ്രാപ്രദേശിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് മാധവി ഹിത്മയുടെ പോസ്റ്റർ ഉയർത്തിയെന്നും പോലീസ് പറഞ്ഞു. നവംബർ 18-നാണ് ഹിത്മയെ പോലീസ് കൊലപ്പെടുത്തിയത്. ഡൽഹിയിലെ പ്രകടനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമുള്ള ഔദ്യോഗികമായ സ്ഥലമായി ഇന്ത്യ ഗേറ്റിന് പകരം ജന്തർ മന്ദിറിനെ നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധക്കാരെ നീക്കം ചെയ്തതെന്ന് ഡൽഹി പോലീസ് പറഞ്ഞു. സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വൻ അപകടം. 6 പേർ മരിച്ചു, 28 പേർക്ക് പരിക്ക്. തമിഴ്നാട് തെങ്കാശിയിലാണ് അപകടം. മരിച്ചവരിൽ 5 പേരും സ്ത്രീകളാണ്. ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. മധുരയിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും തെങ്കാശിയിൽ നിന്ന് കോവിൽപ്പെട്ടിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു ബസ്സുമാണ് നേർക്കുനേർ കൂട്ടിയിടിച്ചത്. കൂട്ടിയിടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളും പൂർണ്ണമായും തകർന്നു. പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്തെത്തി. മധുരയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് പോവുകയായിരുന്ന ബസിന്റെ ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നാണ് ദൃക്സാക്ഷികൾ നൽകിയ മൊഴിയനുസരിച്ച് പോലീസ് പറയുന്നത്. അമിത വേഗത്തിലെത്തിയ ബസ് മറുവശത്ത് നിന്നെത്തിയ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ 28 യാത്രക്കാരും സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ ചിലരുടെ നില ഗുരുതരമായി തുടരുകയാണ്. മരണസംഖ്യ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. വയനാട്ടിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി ജഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചു. ജില്ലാ പഞ്ചായത്ത് തോമാട്ടുചാൽ ഡിവിഷനിലേക്ക് മത്സരിക്കാനായിരുന്നു പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസ് അനുനയ നീക്കം നടത്തിയിരുന്നു. ജഷീർ പള്ളിവയൽ DCC ഓഫീസിലെത്തി ചർച്ച നടത്തി. നേതാക്കൾ ഇടപെട്ടതോടെയാണ് പിന്മാറ്റം. കോൺഗ്രസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ജഷീർ പള്ളിവയൽ രംഗത്തെത്തിയിരുന്നു. അടിത്തട്ടിലിറങ്ങി പണിയെടുക്കുന്നവർ ശത്രുക്കളാവുമെന്നാണ് പോസ്റ്റിലെ വിമർശനം. മേൽത്തട്ടിൽ നിന്ന് കൈവീശി കാണിക്കുന്ന രാഷ്ട്രീയമാണ് ഉചിതമെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു.